ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ റീനുവിൻ്റെ സ്പെഷ്യൽ മന്തി തയ്യാറാക്കണ ഇതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മന്തിയൊക്കെ വെച്ചിട്ട് മന്തിയും ബിരിയാണിയൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസ് പൂട്ടിൻ്റെ ടൈമിൽ ഉണ്ടായതാണ് കേട്ടോ. 10 ദിവസം കുട്ടികൾക്ക് സ്കൂൾ പൂട്ടുള്ള ടൈമിൽ. അപ്പോൾ റീനു മന്തി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വരുമാനം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് മക്കൾക്ക് മന്തി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ റീനുവിന് വേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റാക്കിയിട്ട് മിന്നുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ മിന്നുട്ടി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. അങ്ങനെ അവളെല്ലാം റെഡിയാക്കിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ മസാല കൂട്ടി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മക്കളോട് പഠിപ്പിക്കുകയാണ് കേട്ടോ. പറയുന്നേ ഇതിന് കാൽമിരിക്ക് കാൽമ മാറ്റി ഇവിടെ ഇരിക്കേ, അവിടെ അല്ല ഇവിടെ ഇരിക്ക്. ഇവിടെ അങ്ങനെയല്ല, ഒന്നും കൂടി ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ബാക്കി ആടി ഇരുന്നിട്ടാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ ഇല്ലല്ലാഹു എന്റെ കാലാണ് കഴിഞ്ഞ ചിരിക്കേ, ഞാൻ ആട് താഴത്തേക്ക് ചാടും. അല്ലമ്മ എന്റെ കാല് വേണ്ട വേണ്ട കാക്ക കാട്ടട. അല്ല എന്റെ അല്ല കൊഞ്ഞു. നിങ്ങളുടെ ഞാൻ അതിനുണ്ടോ വടി വെച്ചറിന് വേറെ 2 അടി എക്സ്ട്രാ കിട്ടും. എന്നോട് ഇന്നെ തല്ലെടുത്ത് മാനടാ. അങ്ങനെ ദുബായിക്ക് കൊണ്ടുപോയില്ല എന്നെ അല്ലേ? ഞങ്ങൾ ദുബായിക്ക് പോവാണ്. എന്റെ കാൽമേരിക്ക ഞാട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. 1600 സ്വഹാബികളുമായി നബി ആരാണ് ഡാഷ്? എത്ര സഹാബികളുമായി? അങ്ങനെ അവൾ മന്തിക്കുള്ള കാര്യങ്ങളും ചിക്കന് മസാല ആക്കി വെക്കാറിനിക്കാണ്ട് അവൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ചിക്കനിൽ ഓരോ ചെറിയ ചെറിയ കത്തിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മന്തി അതിനുള്ള മസാല ഒക്കെ പൊടിച്ചെടുത്തല്ലോ. അപ്പോൾ അതൊരു പാത്രത്തൊക്കെ കൊട്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഫുള്ളായിട്ട് മസാല എടുത്തിട്ടില്ല, കുറച്ച് മസാലയും പിന്നെ നമ്മളെ മന്തിയിലിടുന്ന എന്താണ് ഒരു കട്ട ഉണ്ടല്ലോ, എന്താണ് ആ ഒരു സംഭവം പിന്നെ എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ
കുറച്ച് മല്ലിച്ചെപ്പ് പിന്നെ മുളക് ഇതൊക്കെ എടുത്ത് കാണ്ട് അരച്ച് കാണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മസാല കൂട്ടിനേക്ക് പിന്നെ മുളകല്ല കേട്ടോ, ക്യാപ്സിക്കനാണ്. അങ്ങനെ മസാല ആക്കിയിട്ട് അത് എന്താ പറയുക മിക്സിയിലിട്ടിട്ട് അരച്ചതിന് ശേഷം ഈ മന്തീൻ്റെ കൂട്ടുണ്ടല്ലോ, ആ കൂട്ടിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് അവൾ ചിക്കനിൽ മസാല കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അവളുടേതായ എന്തൊക്കെയോ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ തന്നെ എടുത്താണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി മിന്നുട്ടിയും പോയിട്ട് കൂടെ കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ ചിക്കന് രാത്രി മസാല ആക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ മന്തിക്കുള്ള അരിയാണ്. അരി നമ്മൾ എന്താ പറയുക വെള്ളത്തിലിട്ടേക്കണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തതിന് ശേഷം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മന്തി തയ്യാറാക്കാൻ വിചാരിച്ചു. അങ്ങനെ അവളറിഞ്ഞ് 1 മണിക്കൂർ വെള്ളത്തിലിട്ടേക്കണം. ഞാനും മന്തി വെള്ളത്തിലിട്ടൊക്കെ അങ്ങനെ മന്തി വെള്ളത്തിലിട്ടിച്ച്. പിന്നെ ഇത് നമ്മൾ അടുപ്പത്ത് കലം വെച്ചിട്ട് അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളത്തേക്ക് കുറച്ച് മന്തി മസാലൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ കോഴിമുട്ട പുഴുങ്ങാട്ടതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതിലേക്ക് ചോറ് അരി ഒന്ന് തിളച്ചതിന് ശേഷം അത് വേഗം ഊറ്റി വെച്ചു കേട്ടോ. പിന്നെ ഫ്രൈ പാൻ അടുപ്പത്ത് തന്നെ വെച്ചിട്ട്, അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഏതായാലും സാധനം വെച്ചല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാക്കിക്കുമായിരുന്നു. പിന്നെ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്നിട്ടിട്ട് വറവെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താണ് വറവിട്ടതിന് ശേഷം പിന്നെ അതിക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളെ മസാല കൂട്ടി വെച്ചിരുന്ന ചിക്കന് അതിലിട്ടിട്ടൊന്ന് വേവിക്കുക പറഞ്ഞാൽ ഓയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാനല്ല കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്, ഇത് ഫുള്ള് അവളാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് മാത്രം കേട്ടോ. അങ്ങനെ ഇതാ തീയൊക്കെ ഇട്ട് കത്തിക്കുകയാണ്. അങ്ങനെ ആ മസാലേനെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എന്തിനു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചോറിൻ്റെ മേലെ ഇടാനാണ് പറഞ്ഞു. അങ്ങനെ അതാണ് കേട്ടോ ഈ കാണുന്നത് നിർത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മന്തി റെഡിയായി മഞ്ഞൾപ്പൊടി പിന്നെന്തോ കളറ് ഒക്കെ യൂസാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ മേലെ നോക്കുമ്പോൾ. പിന്നെ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത്. എന്താ ചിരട്ട കത്തിച്ചിട്ട് പിന്നെ ചെറിയൊരു സാസറിലിട്ട് മൂടി വെച്ചിരിക്കണം കേട്ടോ, മന്തിക്ക് ഒരു സ്മെല്ലുണ്ടാവാൻ, പുകൻ്റെ ഒരു സ്മെല്ല് വരില്ല. പിന്നെ അതാ മുട്ട പുഴുങ്ങിയത് ജാറിലിട്ടിട്ട് എന്താണ് നമ്മളെ മറ്റേ മയോണൈസ് ഉണ്ടാക്കാൻ വെളുത്തുള്ളി അതുപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അരക്കണം കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ കുറച്ച് സുറുക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ പൊതുവെ അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതാ സൂപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെന്തോ ചിക്കൻ മസാല എന്തോ ഒക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതെന്ത് കൂടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അത് അരച്ചെടുത്ത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചപ്പോൾ മയോണൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ മന്തി തുറന്ന് വെക്കുകയാണ് കേട്ടോ. നമ്മൾ മൂടി വെച്ചിരുന്നല്ലോ അപ്പോൾ കഴിക്കാൻ വേണ്ടി വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം എനിക്ക് നോമ്പേനു കേട്ടോ. പിന്നെ റീനു പറഞ്ഞ് ഞാൻ കുളിച്ചിട്ടൊക്കെ കഴിച്ചു. നമുക്ക് രസം ഉണ്ടോ നോക്ക തിന്നിട്ട്, ചോറ്റിൽ ഉപ്പുണ്ടോ നോക്കാൻ. ഉപ്പ് മാത്രം, ചോറ് മാത്രമേ ഉപ്പുണ്ടോ ഒക്കെ. എന്താണ് എന്താ റീനു ഉണ്ടാക്കിക്കണ്? നെട്ട് ബിരിയാണിയോ? നെട്ട് ബിരിയാണി പറഞ്ഞാല് നെട്ടിക്കൽ ബിരിയാണി ഉണ്ടാക്കി. ഒരു വാ മയോണൈസ് ഇവിടെ ഉണ്ട്. ഉപ്പ് കുറവുണ്ടോ ചോദിച്ചത്? എല്ലാം കണ്ട് ഉപ്പൊക്കെ ഉണ്ടായിട്ടു.
ഇവിടെ നിങ്ങളെ നേരത്തെ ബാക്കിയൊക്കെ ഉണ്ടാ കൊണ്ടേ വെട്ടി ബിരിയാണി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഏതായാലും മക്കൾ ഉച്ചക്കൊക്കെ കഴിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചിരിക്കണേ. പിന്നെ ഞാൻ നോമ്പ് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ മക്കളെല്ലാവരും എനിക്ക് വിളമ്പി തരുന്നു കേട്ടോ. നാരങ്ങ വെള്ളവും ചോറൊക്കെ കൂടെ ആയിട്ട്. അവർ റിസൾട്ട് പറഞ്ഞതിന് നെട്ടിക്കൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ